وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا يَعْبُدُونَنِي لَا يُشْرِكُونَ بِي شَيْئًا وَمَنْ كَفَرَ بَعْدَ ذَلِكَ فَأُولَٰئِكَ هُمُ الْفَاسِقُونَ. ഓ സത്യവിശ്വാസികളെ, ഓ മുസ്ലിമീങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനം തരട്ടെ, ഒരു കരാർ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകുകയാണ്. വഅമിലുസ്സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകട്ടെ. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ അധികാരം തിരിച്ചു നൽകിയതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സും പ്രതാപവും ഞാൻ തിരിച്ചു തരാം. മുസ്ലിം എന്ന് പറയുമ്പോ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, മുസ്ലിമീങ്ങളോട് ബഹുമാനമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണോ? ഹൈന്ദവ വിശ്വാസികൾ പണ്ട് അല്ലെ, പഴയ കാലത്ത് വർഗ വിവേചനത്തിന്റെ പേരിൽ, ജാതിയുടെ വിവേചനത്തിന്റെ പേരിൽ ശൂദ്രരും ക്ഷത്രിയരും ആയ ആളുകൾ, ഏറ്റവും നികിഷ്ഠരായ ആളുകൾ, ശൂദ്രരായ ആളുകൾ, അവർക്ക് കിലോമീറ്ററുകൾക്കപ്പുറത്തില്ല ബ്രാഹ്മണരുടെ സമീപത്ത് നടക്കാൻ പാടില്ല. ബ്രാഹ്മണര് നടന്നാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് ശൂദ്രരായ താഴ്ന്ന ജാതിക്കാർ നടക്കണം. അവർ ദൈവത്തിന്റെ കാലിൽ നിന്നുണ്ടായവരാണ്. എങ്ങാനും ഒന്ന് കണ്ടുപോയാൽ ഈ ശൂദ്രന്റെ ചെവിയിൽ ചുട്ടുപൊള്ളുന്ന ഈയമൊഴിച്ചു കൊടുക്കുമായിരുന്നു. ശൂദ്രൻ, അതേ ജാതിയുടെ വിവേചനമുണ്ടായ സമയത്ത് ശൂദ്രന്മാർ ഈ വിവേചനം ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം. എന്നാൽ ഈ താഴ്ന്ന വർഗക്കാരൻ പിറ്റേ ദിവസം ഒരു തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ ബ്രാഹ്മണൻ കയ്യും പിടിച്ച് കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കും. നോക്കണം, നമ്മൾ താഴ്ന്ന ജാതിക്കാരൻ ഒന്നടുത്തു വന്നാൽ, ഒന്ന് കണ്ടാൽ, അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരിയാൽ കിണർ മുഴുവനും വെള്ളം അത് മുഴുവനും ഒഴിവാക്കി വൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിമായി തൊപ്പി വെച്ച് വന്നാൽ ബ്രാഹ്മണർ കൂടെ ഇരുത്തി ഭക്ഷണം നൽകിയിരുന്നു. ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ അഭിമാനവും അന്തസ്സും ഞാൻ തിരിച്ചു തരാം, പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. പക്ഷേ ഡിമാൻഡ് ഉണ്ട്. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, നിങ്ങളുടെ മതം പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാം. ബീഫ് കഴിക്കാൻ പറ്റൂല എന്നാ പിന്നെ ഏറ്റവും കൂടുതൽ ബീഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ്. ഇതൊന്നും അവരുടെ മതത്തോടുള്ള താല്പര്യമല്ല. എന്തെങ്കിലും ഒരു കാർഡ്, എന്തെങ്കിലും ഒരു കളി വേണം, എന്നിട്ട് വോട്ട് പിടിക്കണം എന്നതേ ഉള്ളൂ. ആരവിടെ ബീഫ് കഴിക്കാത്ത? നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് പല ആളുകളും വരാറില്ലേ, അവരൊന്നും ബീഫ് കഴിക്കാറില്ലേ? ആരപ്പോ ബീഫ് കഴിക്കാത്ത? വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ ഞാൻ അവസരം തരാം. താടി വെച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ജോലി നിഷേധിക്കപ്പെടൂല. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പറഞ്ഞേക്കൂല. പർദ്ദ ധരിച്ചതിന്റെ പേരിൽ ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ വളരെ ക്രൂരമായി ആക്രമിക്കപ്പെടൂല. നിങ്ങളുടെ ദീന് പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ഞാൻ അവസരം തരാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങളുടെ ഈ പേടി മാറ്റി നിങ്ങൾക്ക് ഞാൻ പേടിയില്ലായ്മ തരാം. പുറത്തിറങ്ങാൻ പേടിയാണ്, പേര് ചോദിച്ചിട്ടാണ് അടിക്കുന്നത് അല്ലേ? പേര് ചോദിച്ചിട്ടാണ് ചില സമയത്ത് ഇവിടെ അടികൊണ്ടത്. എന്റെ പേരെന്താ? എന്നാ പിന്നെ പിടിച്ചോ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിന്റെ പേടി മാറ്റി നിനക്ക് സന്തോഷവും വിജയവും തരാം, നിർഭയത്വം തരാം, സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കി തരാം. ഒരു ഡിമാൻഡ് ഉണ്ട്. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ, മറ്റു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്. എന്നെ ആരാധിക്കുക, ഏകനായ അല്ലാഹുവിൽ ആരാധിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായ നിയമപ്രകാരം സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ. ഏകനായ ഇലാഹ് അല്ലാഹുവാണ്, അല്ലാഹുവല്ലാതെ മറ്റൊരു
മറ്റൊരു ദൈവമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആ ഒരു തീരുമാനം പോലെ, ആ ഒരു രീതി പോലെ, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസത്തോടെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലാഹുവിന്റെ കൂടെ വേറെ ദൈവങ്ങളെ കൂട്ടരുത്. ദൈവം ഒന്നേ ഉള്ളൂ, അല്ലാഹുവാണ്. ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്, എന്നെ നിങ്ങൾ ആരാധിക്കുക. 2, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. നിസ്കാരം വളരെ കൃത്യമായി നിലനിർത്തുക. ജുമഅക്ക് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് പോലെ സുബഹി നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതൊരു ജൂതനായ ഒരു നേതാവാണ്. സുബഹി ജുമഅക്ക് എത്ര ആളുകൾ കൂടുന്നുണ്ട്, ആ ആളുകൾ സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ കൂടിയിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിമുകൾ നേരിടുന്ന വെല്ലുവിളികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾക്ക് മടങ്ങാം. നമ്മൾക്ക് ഈ വിജയവും സമാധാനവും കാക്ഷിക്കുന്നവർക്ക് ഈ ഒരു രീതിയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ. അതോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ 4 വഴി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ 4 വഴികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. 1, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും രാത്രി കുറെ ആളുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇന്ന് മുതൽ ഓതാൻ തുടങ്ങാം. താഴ്ത്തിക്കൊള്ളു. അൽഹംദുലില്ലാ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ആഖിറം നമ്മൾക്ക് രക്ഷപ്പെടുത്താം. ഇനി ദുനിയാവ് രക്ഷപ്പെടുത്തണോ? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തേക്ക്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവന് ഖബറിൽ ശിക്ഷയുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഓതാത്തവർ മരിക്കുന്ന ഉറപ്പാണല്ലോ. ഖബറിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം വിജയിക്കുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഖബറിനെ നോക്കി കരയുന്നത് കണ്ടപ്പോ മഹാനായ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, ഉസ്മാനെ എന്തിനാണ് കരയുന്നത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഖബർ കാണുമ്പോൾ കരയാനുള്ള കാരണം ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെയുള്ള ലോകം എളുപ്പമാണ്. ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ സിറാത്തിനെ പേടിക്കേണ്ടതില്ല, മഹ്ശറയെ പേടിക്കേണ്ടതില്ല, നരകത്തെ പേടിക്കേണ്ടതില്ല. അപ്പൊ ഖബറാണ് ആഖിറത്തിലെ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത്. ഖബറാണ്. ആ ഖബർ രക്ഷപ്പെടാൻ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുവീൻ. ഇനി ദുനിയാവ് രക്ഷപ്പെടാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണേ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. മഹാന്മാരായ സ്വഹാബാക്കൾ മക്കളോട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നു. കടങ്ങൾ ഉണ്ടാവൂല, പ്രാരാബ്ദങ്ങൾ ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല, മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരൂല, മറ്റൊരാളോട് ബെഗ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവൂല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ പരിശുദ്ധമായ ഖുർആനാണ് പരിഹാരം. ഖുർആനിലൂടെയല്ലാതെ പരിഹാരമില്ല. ആഖിറം സൂറത്തുൽ മുൽക്കിലൂടെ സമ്പാദിക്കാമെന്നാൽ ദുനിയാവ് സമ്പാദിക്കാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. ഉപ്പമാരെ നിങ്ങൾ ഓതണേ, ഉമ്മമാരെ നിങ്ങളും ഓതണേ, മക്കളോടും ഓതാൻ പറയണേ, ഒരു വീട്ടിലുള്ള എല്ലാ ആളുകളും ഓതണേ. എന്തേ ഒരു 10 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ എന്തേ? ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുമ്പോ, സോഷ്യൽ മീഡിയകളിൽ കളിക്കുമ്പോ, ടിവിക്ക് മുമ്പിൽ കളിക്കുമ്പോ, സിനിമക്ക് മുമ്പിൽ കളിക്കുമ്പോ, സീരിയലിന്റെ മുന്നിൽ അഡിക്റ്റ് ആയിരിക്കുമ്പോ, വെറുതെ സൊറ പറഞ്ഞിരിക്കുമ്പോ, വെറുതെ ചടച്ചിരിക്കുമ്പോ എന്തേ ഒരു 10 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ എന്തേ സാധിക്കാത്തത്? അല്ലാഹു നാളെ ചോദിക്കൂലേ നിന്റെ സമയത്തെക്കുറിച്ച്? അല്ലാഹു ചോദിക്കൂലേ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്? അല്ലാഹു ചോദിക്കൂലേ നിന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച്? ആ സമയത്ത് അല്ലാഹുവിനോട് വ്യക്തമായ സ്പഷ്ടമായ മറുപടി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ ഓരോ സമയങ്ങളും എങ്ങനെയാണിത് അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്ന് ശ്രദ്ധിക്കണം. ഖബറിലെത്തിയാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ആ സൂറത്തുൽ മുൽക്കാണ് നാളെ ആഖിറത്തിൽ നമ്മൾക്ക് വേണ്ടി സംവദിക്കുന്നത്, നമ്മൾക്ക് വേണ്ടി സംവാദം നടത്തുന്നത്, നമ്മൾക്ക് വേണ്ടി തർക്കിക്കുന്നത്. ഏതുവരെ? ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നത് വരെ അല്ലാഹുവിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ വാഖിഅ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ, കടങ്ങൾ ഉണ്ടാവൂല, നിങ്ങൾ മക്കളോട് ഓദിക്കുക. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 4 കാര്യം ചെയ്താൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. 1, അസ്സദഖതു,
നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2 മുഹാഫളത്തുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. ഞാൻ പറഞ്ഞത് വാഖീമുസ് സ്വലാ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. നിങ്ങളുടെ പേടി ഞാൻ മാറ്റാം. നിങ്ങളുടെ ദീൻ പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അള്ളാഹു പറഞ്ഞല്ലോ, മുഹാഫളത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ അവന്റെ ഖബറിടം രക്ഷപ്പെടാമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതായി പറഞ്ഞത് വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകൾക്കും ഖബറിടം സ്വർഗീയമാക്കപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വകസ്റത്തുത് തസ്ബീഹ്, തസ്ബീഹ് അധികരിപ്പിക്കുന്നവർ സുബ്ഹാനല്ലാഹ് 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 ഇതുപോലെ തസ്ബീഹ് അധികരിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അവന്റെ ഖബറിടവും അല്ലാഹു വിശാലമാക്കും, അവന്റെ ഖബറിടം അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ്. ഓർമ്മയുണ്ടല്ലോ, ഖബർ രക്ഷപ്പെടാൻ 4 കാര്യം പറഞ്ഞു. ഒന്ന്, നിർത്താൻ പോവാൻ. ഒന്ന് പറഞ്ഞോളൂ. ഒന്ന്, അസ്വദഖതു, നന്നായി ദാനധർമ്മം ചെയ്താൽ ഖബറിടം രക്ഷപ്പെടും. 2, മുഹാഫളത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. തോന്നുമ്പോ നിസ്കരിച്ചാൽ പോരാ, കൃത്യമായി നിസ്കരിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നിസ്കാരത്തെക്കുറിച്ച് ബോധം വേണം. 3, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതണേ, ഖബറിടം സ്വർഗീയമാക്കാം. വകസ്റത്തുത് തസ്ബീഹ്, ഒരുപാട് തസ്ബീഹ് അധികരിപ്പിച്ചാൽ നമ്മുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും സ്വർഗീയ കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ്. ഇത് ഖബറിനെ രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇനി ദുനിയാവ് രക്ഷപ്പെടാനുള്ള വഴി എന്താ? പഴയകാല പ്രതാപം തിരിച്ചു വരാൻ. ഒന്ന്, എന്നെ മാത്രം ആരാധിക്കുക, എന്നെ നന്നായി ആരാധിക്കുക, എന്റെ കൂടെ വേറെ ദൈവങ്ങളെ വെക്കരുത്, ദൈവം ഒന്നേ ഉള്ളൂ, അല്ലാഹുവാണ്. 2, വഅഖീമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. വആതുസ് സകാ, സകാത്ത് കൊടുത്തു വീട്ടണേ. ഞാൻ ചോദിക്കട്ടെ, സകാത്ത് കൊടുക്കാറുണ്ടോ? വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ, എപ്പോഴാണോ ആളുകൾ സകാത്ത് കൊടുക്കാതെ മാറി നിൽക്കുന്നത് അന്നു മുതൽ ഭൂമിയിലേക്ക് മഴ ലഭിക്കൂല. മഴയുണ്ടോ? ഇപ്രാവശ്യം കേരളത്തിൽ മഴ കിട്ടിയോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്രാവശ്യം നമ്മൾക്ക് മഴ കിട്ടിയോ? എങ്ങനെയാണ് മെയ് മാസം വരെ എത്താൻ ആലോചിച്ചിട്ട് തലപ്പുണ്ണാവുക.